ഇതാണ് നമ്മുടെ LSS വിന്നർ എന്ന ചാനലിലെ എപ്പിസോഡ് 2. ഇന്ത്യൻ സ്വതന്ത്ര സമര നേതാക്കന്മാരെ കുറിച്ച് 5 മിനിറ്റിൽ 5 നേതാക്കന്മാരെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. നാം ഇന്ന് പഠിക്കാൻ പോകുന്ന നേതാക്കന്മാർ ആരെല്ലാമെന്ന് ചോദിച്ചാൽ 1 ബാലഗംഗാധര തിലക്, 2 ഭഗത് സിംഗ്, 3 സരോജിനി നായിഡു, 4 ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, 5 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ബാലഗംഗാധര തിലക്. 1856 ജനനം, 1920 മരണം. ഒരു ഇന്ത്യൻ ദേശീയവാദി, പത്രപ്രവർത്തകൻ, അധ്യാപകൻ, സാമൂഹിക പരിഷ്കർത്താവ്, സ്വതന്ത്ര സമര സേനാനി എന്നിവരായിരുന്നു. ലോകമാന്യൻ, ജനങ്ങൾ ബഹുമാനിക്കപ്പെടുന്ന എന്നറിയപ്പെടുന്ന തിലക് സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടും എന്ന് പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസത്തിനും ഹോം റൂൾ പ്രസ്ഥാനത്തിനും നേതൃത്വം നൽകി. ലാൽ ഗാൽ പാൽ ത്രയത്തിലെ പ്രധാനിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷുകാർ. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. 1916 മുഹമ്മദ് അലി ജിന്നയുമായി ചേർന്ന് ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചു. മൂന്നാമത്തത് ഭഗത് സിംഗ്. ഭാരതത്തിൻ്റെ ധീരനായ വിപ്ലവകാരി ഭഗത് സിംഗ് 1907 സെപ്റ്റംബർ 28 പഞ്ചാബിലെ ഒരു സിഖ് കുടുംബത്തിലാണ് ജനിച്ചത്. കുട്ടിക്കാലം മുതലേ വിപ്ലവ വീരൻ മനസ്സിലേറ്റിയ അദ്ദേഹം ജയിൽവാല ബാഗ് കൂട്ടക്കൊലയോടെ പൂർണ്ണമായും സ്വതന്ത്ര സമരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ വഴി ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ അദ്ദേഹം സായുധ പോരാട്ടം നയിച്ചു. ലാലാ ലജ്പത് റാണിയുടെ മരണത്തിന് പ്രതീകാരമായി ബ്രിട്ടീഷ് ഓഫീസറെ വധിച്ച കേസിൽ അദ്ദേഹം പ്രധാന പ്രതിയായി. തുടർന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാനായി അദ്ദേഹം സെൻട്രൽ അസംബ്ലിയിൽ ബോംബെറിയുകയും വിപ്ലവ മുദ്രാവാക്യങ്ങൾ മുഴക്കി കീഴടങ്ങുകയും ചെയ്തു. ജയിലിലെ മോശം അവസ്ഥക്കെതിരെ അദ്ദേഹം നടത്തിയ നിരാഹാര സമരം ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. നീതിയില്ലാത്ത വിചാരണയ്ക്ക് ശേഷം 1931 മാർച്ച് 23 തൻ്റെ 23-ാം വയസ്സിൽ അദ്ദേഹം ലാഹോർ ജയിലിൽ തൂക്കിലേറ്റപ്പെട്ടു. മരണത്തെ പുഞ്ചിരിയോടെ നേരിട്ട് അദ്ദേഹം രാജ്യത്തെ ദശലക്ഷക്കണക്കിന് യുവാക്കൾക്ക് ആവേശമായി മാറി. മരിക്കുമ്പോഴും ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിലുണ്ടായിരുന്നു. ഇന്നും ഇന്ത്യയുടെ ധീരബലിദാനികളിൽ പ്രഥമ സ്ഥാനീയനായി ഭഗത് സിംഗ് സ്മരിക്കപ്പെടുന്നു. മൂന്നാമത്തേത് സരോജിനി നായിഡു. 1879 1949 ഇന്ത്യയുടെ വാനമ്പാടി, നൈറ്റ് ഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രമുഖ ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തകയും കവയിത്രിയും ആയിരുന്നു. ഹൈദരാബാദിൽ ജനിച്ച അവർ ചെറുപ്പത്തിൽ തന്നെ പഠനത്തിൽ മിടുക്കുകാട്ടി. പിന്നീട് ഇന്ത്യയുടെ സ്വതന്ത്ര സമരത്തിൽ സജീവമായി പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ വനിതയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണറുമായി യുണൈറ്റഡ് പ്രൊവിൻസസ് മാറി. കവിതകളിലൂടെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയും ദേശീയതയും സ്ത്രീ ശാക്തീകരണവും പ്രചരിപ്പിച്ച അവർ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പ്രധാന പങ്കുവഹിച്ചു. നാലാമത്തേത് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. ബച്ചാ ഖാൻ ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിലെ പ്രധാന വ്യക്തിയും സമാധാനവാദിയും ആയിരുന്നു. 1929 ദൈവത്തിൻ്റെ സേവകൾ എന്നർത്ഥം വരുന്ന ഖുദായി ഖിദ്മത്ഗൻ റെഡ് ഷർട്ടുകൾ എന്ന അഹിംസാ സത്മ പ്രസ്ഥാനം സ്ഥാപിച്ചു. ബ്രിട്ടീഷ് വിശുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. മഹാത്മാഗാന്ധിയുടെ അടുത്ത അനുയായിയായിരുന്നു ഇദ്ദേഹം. ഫ്രെഡിയർ ഗാന്ധി എന്നും അറിയപ്പെടുന്നു. വിഭജനത്തെ എതിർത്ത ഖാൻ
പാകിസ്ഥാനിൽ പഷ്തൂൺ സ്വയം ഭരണത്തിനായി പോരാടുകയും 1987 ഭാരതരത്നം നേടുകയും ചെയ്തു. അഞ്ചാമത്തേത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയും സ്വതന്ത്ര സമര സേനാനിയുമായിരുന്നു. ബീഹാറിൽ ജനിച്ച അദ്ദേഹം ഗാന്ധിജിയുടെ അടുത്ത അനുയായിയും ഇന്ത്യൻ നാഷണലിസത്തിലെ പ്രമുഖ നേതാവുമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയും അധ്യക്ഷനായിരുന്നു. 1950 മുതൽ 1962 വരെ 2 തവണ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചു. ലളിതമായ ജീവിതം നയിച്ചു. ഇന്ത്യൻ ഡിവൈഡഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ്. അടുത്ത 5 ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനികളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.